രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, മാധ്യമപ്രവർത്തകൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് UDF എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. PV അൻവറിന്റെ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും? അൻവർ ഒരു സ്ഥാനാർത്ഥിയായി ഇറങ്ങാനുള്ള ഒരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയോ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ തീരുകയാണ്. രാഷ്ട്രീയമായ ഒരു ആത്മഹത്യയായിരിക്കും. ഇപ്പൊ അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു, നിലമ്പൂര് രാജിവെച്ചു. പിന്നെ അവിടെ ഒരു മത്സരത്തിനൂടെ കളമൊരുങ്ങി. അത് UDFന്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നതായിട്ട് പറയുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. എന്നിട്ട് ഇന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട്, അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്ന ആളല്ലാത്തത് കൊണ്ട് നാളെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പറ്റി നമുക്ക് വലിയ പ്രവചനത്തിന്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ഇപ്പൊ തന്നെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്, ഇപ്പം നിലമ്പൂരിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല, നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു സീറ്റ്, ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് നൽകണം എന്ന ധാരണയിലാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായ ഒരു വൈരാഗ്യം മാത്രമാണ്. അല്ലാതെ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, വെറും വ്യക്തിപരമാണ്. നിലമ്പൂരിലെ പിന്നെ ആര്യാടൻ ഷൗക്കത്ത് വേണ്ട, അങ്ങനെയുള്ളൊരു നിലപാട്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? CPM ഇനി അദ്ദേഹത്തെ എടുക്കുമോ? പിണറായി വിജയൻ ഇത്രയ്ക്ക് പുലഭ്യം പറഞ്ഞു നടന്ന ഒരാളിനെ ഇനിയും CPM ഒരിക്കലും സ്വീകരിക്കത്തില്ല, LDF സ്വീകരിക്കത്തില്ല. ഇപ്പൊ UDFുമായിട്ട് ഇതിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പിണങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറുവശത്ത് കോൺഗ്രസ് സാധാരണ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും ഏതെങ്കിലും വിധത്തിൽ ജയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ കോൺഗ്രസിന് പുറത്തുള്ള ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട, അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് ശ്രദ്ധിച്ചിരിക്കുന്നു. അതൊരു നല്ല സൂചനയായി അങ്ങ് കാണുന്നുണ്ടോ? അല്ലാതെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുക, അതും അൻവറിനെ പോലൊരാളുടെ ഒരു സമ്മർദ്ദത്തിന്, വേറൊരു വ്യക്തിയുടെ. ഞാൻ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ മുൻനിർത്തി LDF അവരുടെ ശക്തി മുഴുവൻ സമാഹരിച്ചുകൊണ്ട് ഈ ഇലക്ഷനെ ഫേസ് ചെയ്തപ്പോൾ 99 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആ മത്സരത്തിൽ, LDF ജയിച്ച ആ മത്സരത്തിൽ UDFനെതിരായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 2700 വോട്ട് മാത്രമാണ്. ഇപ്പൊ ഇനി എന്താണ് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചോട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ ഈ സമ്മർദ്ദത്തിന് അങ്ങനെ എപ്പോഴും കോൺഗ്രസ് വഴങ്ങുമെന്നൊരു ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ല. കാര്യമായ സമ്മർദ്ദങ്ങൾ, ന്യായമായ സമ്മർദ്ദങ്ങൾ വന്നാൽ പലപ്പോഴും വഴങ്ങിയിട്ടുണ്ട്. അതൊരു ജനാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പാർട്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ചിലപ്പോൾ ചില സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളോ ഒക്കെ സ്വീകരിക്കേണ്ടി വരും. ഇതെങ്ങനെ സ്വീകരിക്കും? LDFന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയെ PV അൻവർ അങ്ങ് നിശ്ചയിക്കും, അല്ലെ PV അൻവർ പറയുന്ന ആളെ മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കുക? അത് ഏത് പാർട്ടിക്കാണ് അംഗീകരിക്കാൻ പറ്റുക? ഒരു മുന്നണിക്കും ഒരു പാർട്ടിക്കും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠ താല്പര്യങ്ങളുടെ മേൽ ഉള്ള ഒരു സമ്മർദ്ദത്തെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാരും ചെയ്യില്ല, കോൺഗ്രസും ചെയ്യില്ല. അത് ചെയ്തില്ല എന്നുള്ളതാണ് നല്ല കാര്യം. ശരി, വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം സംസാരിച്ചതിന്. വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന് മഞ്ജുഷും ഒപ്പം TJ സജിത്തും ചേരുന്നുണ്ട്. സജിത്ത്, മഞ്ജുഷ്, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം PV അൻവറിന്റെ കുറഞ്ഞു വരുന്ന വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 2700 വോട്ട്, കഷ്ടി 2% താഴെ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അൻവർ ജയിച്ചിരുന്നത്. അവിടെ ഒന്നുകൂടി പ്രയത്നിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന ഒരു മണ്ഡലമാണ്. ആ നിലയ്ക്ക് തന്നെ അൻവറിന്റെ ഒരു സ്വാധീനത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ ഒരു സ്വാധീനം, നേരത്തെ സജിത്ത് പറഞ്ഞു നിർത്തിയതുപോലെ, അങ്ങനെ ഒരു അൻവറിന്റെ അക്കൗണ്ടിലുള്ള ഒരു സീറ്റ്, അൻവറിന്റെ അക്കൗണ്ടിലുള്ള ഒരു വിജയം എന്നത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതും ഒരു ശ്രദ്ധേയമായ നീക്കമായി തോന്നുന്നു. അതെ, അങ്ങനെ ഒരു കണക്ക് കൂടി തീർച്ചയായിട്ടും കോൺഗ്രസ് കണക്ക് കൂട്ടിയിട്ടുണ്ടാവാം. കാരണം PV അൻവറിനെ മുന്നണിയിൽ സഹകരിപ്പിക്കുന്നത് സംബന്ധിച്ച് അത് ഭാവിയിൽ മുന്നണിക്ക് ദോഷമുണ്ടാക്കുമോ എന്ന ആശങ്ക ഇതിനകം തന്നെ കോൺഗ്രസിനകത്തുണ്ട്. കാരണം അൻവറിന്റെ കഴിഞ്ഞകാല ഇടപെടലുകൾ പലതും വിവാദത്തിലാണ്. ഭാവിയിൽ ഒരു പക്ഷേ അൻവർ UDFന്റെ ഭാഗമായാൽ അതൊക്കെ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒക്കെ പഴി കേൾക്കേണ്ടി വരിക UDFനും. അതൊക്കെ അൻവറിനൊപ്പം നിന്ന് അതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യം കോൺഗ്രസിന് വേണ്ടി വരും. ഇങ്ങനെ പല സമ്മർദ്ദവും അൻവറിനെ ഒപ്പം ചേർത്താൽ ഉണ്ടാകുമെന്നത് കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ കരുതലാണ് തുടക്കം മുതൽ. ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതും കാത്ത് ഒരുപാട്
പ്രവർത്തകർ ഉണ്ടായിരുന്നല്ലോ, ആര്യടന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ, സജിത്തും ശ്രദ്ധിച്ചു കാണും. അവർ പറയുന്നത് കഴിഞ്ഞ 9 വർഷം നിലമ്പൂരിന് ഒരു MLA ഉണ്ടായിരുന്നില്ല. അത് ഉദ്ദേശിക്കുന്ന PV അൻവറിനെ കുറിച്ചാണ്. അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ അണികൾ PV അൻവറിനെതിരെ രാവിലെ മുതൽ ചാനലുകളിൽ ബൈറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 വർഷം ഒരു MLA-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. മടങ്ങി വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്തായാലും ഷൗക്കത്ത് തന്നെ, ആര്യാടൻ ഷൗക്കത്ത് തന്നെ എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുകയാണ്. അൻവർ കാണിക്കുന്ന ഓലപ്പാമ്പിനെയൊന്നും വകവെക്കേണ്ടതില്ല, അൻവർ കൂടെ നിന്നോളും എന്നൊരു ആത്മവിശ്വാസത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ നീക്കം എന്താവും? അല്ല, അൻവർ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അൻവർ ജനങ്ങൾ 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്ത ഒരു MLA ആണല്ലോ. അദ്ദേഹം 5 കൊല്ലം ജനങ്ങളോട് വിശ്വസ്തത പാലിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആരോടൊക്കെയോ പക വീട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ക്യാമ്പ് വിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറുകയും MLA സ്ഥാനം രാജിവെക്കുകയും അനാവശ്യമായി നിലമ്പൂരെ ജനങ്ങളുടെ മേലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതും കുഴപ്പമില്ല, അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെച്ചു എന്നായിരിക്കും. അദ്ദേഹം UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയും UDF-ന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. VS ജോയി 1ാം തര സ്ഥാനാർത്ഥിയാണ്, നിലമ്പൂരെ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും അതിൽ വലിയൊരു അനൗചിത്യമില്ലേ? UDF-ന്റെ സ്ഥാനാർത്ഥി UDF-ലെ തീരുമാനിക്കണ്ടേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാർട്ടി വിട്ട് ഇറങ്ങി ഏറ്റവും ആദ്യം പറയുന്ന വാചകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ, ഇപ്പോഴൊന്നുമല്ല, 6 മാസങ്ങൾക്ക് മുന്നേ പറയുന്നത് VS ജോയി ആണ് പറ്റുന്ന സ്ഥാനാർത്ഥി എന്നാണ് അന്ന് തന്നെ പറയുന്നത്. അത് കോൺഗ്രസിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുറത്തുനിന്ന് വന്ന ഒരാൾ പറയാണ് VS ജോയി ആണ് നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസ് അംഗീകരിച്ചു കൊടുക്കുന്നതും ശരിയല്ലല്ലോ. അല്ല, VS ജോയി നല്ല സ്ഥാനാർത്ഥിയാണ്, യാതൊരു സംശയവുമില്ല. ഞാനും പറഞ്ഞല്ലോ, ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനേക്കാളും ജയസാധ്യതയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ജോയി ആയിരിക്കും. അത് അൻവർ പറഞ്ഞതിൽ തെറ്റില്ല. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ പറയാം. പക്ഷേ ജോയി അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുവരെ UDF-നെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന ആൾ, കോൺഗ്രസ് നേതാക്കളെ വ്യക്തിപരമായിട്ട് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അൻവർ UDF-ലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്, UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് VS ജോയി പറഞ്ഞു, ജോയി അല്ലാതെ ആരും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ജോയിക്ക് തന്നെ അപമാനമല്ലേ? ഇന്നലെ വരെ കോൺഗ്രസ് തെറി വിളിച്ചുകൊണ്ട് നടന്ന ആൾ ഇന്ന് വന്നിട്ട് എന്നെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാൽ ജോയിക്ക് ശോഭ ഉണ്ടാക്കുന്ന കാര്യമാണോ? ജോയി കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്, DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നല്ല പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കുള്ള അവകാശം അൻവറിനുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അൻവർ വന്നിട്ട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യമേ പറയുന്നു, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ള? ആര്യാടൻ ഷൗക്കത്ത് എത്രയോ കൊല്ലമായിട്ട് അവിടെ കോൺഗ്രസ് നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ്റെ മാറ്റി നിർത്തുക എങ്കിൽ പോലും. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വരാൻ പാടില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞത് എന്ത് യുക്തിയുള്ളത്? അത് UDF-നോ കോൺഗ്രസിനും ലോകത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അൻവർ ഇപ്പൊ ഈ UDF-ന്റെ ഈ തീരുമാനത്തിന് വഴിപ്പെട്ട് കൂടെ നിൽക്കുകയല്ലെങ്കിൽ PV അൻവർ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊക്കെ പാളിപ്പോയത് നമ്മൾ കണ്ടു. ഇക്കാര്യത്തിൽ കൂടി അങ്ങനെ പാളിപ്പോവുകയും വഴിപ്പെടുകയും ചെയ്തില്ലെങ്കിൽ PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിട്ടാണ് കാണുന്നത്? PV അൻവർ അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയൊന്നും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഇതപ്രജ്ഞത്തുള്ള പ്രവൃത്തികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും ഈ അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും പല വിധത്തിൽ അനാവശ്യമായ പുലിവാലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ ഈ സമയത്ത് പ്രതികരിച്ചതിന്. ഇപ്പോൾ നേരത്തെ PV അബ്ദുൽ വഹാബ് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ അല്ല. UDF ആണ് ഷൗക്കത്തോ അതിന് മറ്റു പേരല്ല. UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF വിജയിക്കും, അത് വിജയിപ്പിക്കും.